കല്യാണത്തിനൊക്കെ പോയിട്ട് എത്തി. കുറേ നേരം ഇന്ന് അവിടെ ഇരുന്നു. അമ്മൻ്റെ ഫ്രണ്ട് മീനാക്ഷിയുടെ ഹസ്ബൻഡ്, മീനാക്ഷിയുടെ പാരൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച്, ഇതുപോലെ ചില കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറേ നേരം പരിചയക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ ഒരു നല്ലൊരു അവസരമാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇറങ്ങാൻ നിന്നതാണ്. ഭയങ്കര മഴ പെയ്തു, ഉഗ്ര മഴ. അപ്പോൾ കാറ് ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ ഡ്രൈവറെയും കൊണ്ടുപോയി. ഡ്രൈവർ അകത്തേക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് കീ കൊണ്ട് തന്നിട്ട് പുള്ളി തിരിച്ചിങ്ങ് പോകുന്നു. കാരണം ഹൻസു കുട്ടിയെ വിളിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാർ വരെ പോകണമെങ്കിൽ മഴ തന്നെയും. അങ്ങനെ ഞങ്ങൾ മഴ മാറാനായിട്ട് അവിടെ ഇരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. പുറത്ത് മഴ നടക്കുന്നു, അകത്തിങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു, സംസാരിച്ച് കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ ഒന്ന് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ നടന്ന് പോയി കാറൊക്കെ എടുത്ത് വന്നു. നല്ല ഉഗ്ര സദ്യയായിരുന്നു. സ്ഥിരം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടാത്ത ഒരു വല്ലാത്ത സൗണ്ട് കേട്ടെ. ഈ മഴയും ചെളിയും ഒക്കെ കൂടെ ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ റോഡുകളെ എല്ലാം കുഴിച്ച് കുളമാക്കി ഇട്ടേക്കുവാണല്ലോ. എന്തോ ചെയ്യാൻ പറയുന്നത്. സദ്യ നല്ല ഫുഡായിരുന്നേ. നമ്മൾ സ്ഥിരം കാണാത്ത 1-2 കറികളുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഓൾ നൈസ്, ടു ദ പോയിൻ്റ് ആയിരുന്നു. എല്ലാം പായസമായാലും എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ ഒരു കല്യാണ സദ്യ കഴിച്ച് കഴിയുമ്പോൾ അങ്ങും തളരും. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ലേ. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്രയും കഴിക്കണ്ടായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഭക്ഷണമായിരിക്കും നമ്മളെ വയറ്റിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഇത്ര ചോറും ഒരു 2-3 കറിയും വെച്ച് കഴിച്ചിട്ടങ്ങ് പോകല്ലേ. ഇത് പിന്നും എത്ര കറികൾ, പിന്നെ പായസം ഒക്കെ ആഡ് ഓൺ ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് ആക്ച്വലി ടു ഫില്ലിങ്. അതനുസരിച്ച് നമ്മൾ ദേഹം അല്ലെങ്കിൽ പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പിന്നും കുഴപ്പമില്ല. ഇത് നമ്മൾ വെറുതെ പോകുന്നു, കഴിക്കുന്നു. അയ്യോ, എനിക്ക് റോസാപ്പൂ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സാരിക്ക് മാറ്റല്ലേ പല ഷെയ്ഡ്സ് ഓഫ് പിങ്ക്, വെരി പ്രിറ്റി. ഹൈ, ഇതെൻ്റെ തലയിൽ പൂവായിട്ടെന്ന് വെച്ചെങ്കിൽ എനിക്ക് ചേർന്നത് മുല്ലപ്പൂവിന് വരെ നല്ല പൂ. ഇത് ആ സൈഡിൽ ഇരിക്കുമായിരുന്നു ഈ ചെടി. അപ്പോൾ ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ ആ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറിക്കാൻ ശ്രമിച്ചു, പറ്റിയില്ല. മുകളൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനും അമ്മ വിചാരിച്ചു അത് അങ്ങനെ നിൽക്കട്ടെ, കിളികളൊക്കെ ലാവിഷായിട്ട് കൊത്തി അങ്ങ് തിന്നട്ടെ. അവർക്കിതൊരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ കിട്ടി കാണത്തില്ല. അപ്പോൾ ഇതിനെ അവരെല്ലാവരും കൂടെ കഴിക്കട്ടെ. പക്ഷേ അത് ഇനി ഇങ്ങനെ ഇളകിയൊക്കെ താഴോട്ട് വീണാതെ നമുക്ക് തന്നെ പണിയാവുമേ. എങ്ങനെയെങ്കിലും അതിനൊന്ന് റെഡി കിച്ചുണ്ടാകും. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എത്തത്തില്ല. ഞാനൊരു കമ്പിയുണ്ട്, ആ കമ്പി ഇട്ട് പിടിക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. യൂഷ്വലി ഞാൻ മുകളിൽ ടെറസിൽ കയറിയിട്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് എടുക്കും. പക്ഷേ ഇത് വളരെ ലോ ആയിപ്പോയി, അതും ഫ്ലോപ്പായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അവിടെ ഞാൻ ഇതിനെ ഒന്ന് പറിക്കാൻ എത്തി നിന്ന് ഞാൻ വല്ലതും തലയും കുത്തി താഴെ വന്ന് വീണാലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് വിട്ടു. ഏണിയിട്ട് ഇവിടെ കയറിയാൽ പറ്റും, അത്രയൊന്നും മെനക്കെടാൻ. താഴെ ഇരിക്കുക ഞങ്ങളുടെ ഏണി, അതിനെ ഇനി പൊക്കി എടുത്തുകൊണ്ട് വരാൻ എനിക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇന്നത്തെ ദിവസം ഒത്തിരി പ്രാവശ്യം മഴ പെയ്തേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, പെയ്യും നിൽക്കും അങ്ങനെ. അതെ, അയ്യോ, എന്നെ കണ്ടപ്പോൾ ഏതോ ഒരാൾ ബൈക്കിൽ പോയതാണ് എന്നെ കണ്ടുകൊണ്ട് വെറുതെ വണ്ടി നിർത്തി. ഞാൻ പോകുന്നു. ആരാണ് അത്? കിച്ചുവിനെ അന്വേഷിച്ച ഒരാൾ വന്നതാണേ. ഞാൻ കിച്ചൻ്റെ നമ്പറില്ല, കൂടെയുള്ള ആളുടെ നമ്പർ കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ സാരി എടുത്ത് വെളിയിൽ നിന്നപ്പോൾ ഹൻസു കോളേജിൽ നിന്ന് എത്തി. അപ്പോൾ ഹൻസു ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഈ പിങ്ക് സാരി. അപ്പോൾ പറയും, അയ്യോ സിന്ധുവിനെ കാണാൻ എന്ത് ക്യൂട്ടാ, ഈ സാരി ഊരല്ലേ, മുല്ലപ്പൂ ഊരല്ലേ, മുല്ലപ്പൂക്കിന് കുളമായി. മുല്ലപ്പൂ ഇന്ന് ഞാൻ പൂ വയ്ക്കാൻ സമയം നോക്കിയപ്പോൾ ഈ പൂ വയ്ക്കുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, അത് ഒരു 1-2 ഡബ്ബയിലുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ല. കിട്ടിയത് കുഞ്ഞാണ്. എൻ്റെ മുടി തിക്ക് ആൻഡ് കേളി ആയതുകൊണ്ട് എനിക്ക് വലിയ സ്ലൈഡ് ഉണ്ടെങ്കിൽ എൻ്റെ മുടിയിലോട്ട് പൂ ഇരിക്കത്തുള്ളൂ. ഞാൻ പക്ഷേ അത് കുഞ്ഞ് സ്ലൈഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട്, അപ്പോൾ പൂ ഇങ്ങനെ ആക്കുമ്പോൾ അത് ഇളകാൻ തുടങ്ങി. ഇളകി കുളമായി തൂങ്ങിക്കിടക്കും, ഇനി ഊരിക്കളയണം. അപ്പോൾ ഹൻസ് പറയുന്നത് നമ്മ സാരി ഇടണ്ട, കുറച്ച് നേരം കൂടെ സാരി ഇട്ട് നിൽക്കാവോ എന്ന് പറയും. അപ്പോൾ ഇല്ലടാ തളർന്നിരിക്കുക, ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ബുമ്മെന്നായിരിക്കുക. ഇനി പോയി ഡ്രസ്സൊക്കെ മാറി ദേഹം കഴുകി കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടും. ഇന്ന് വൈകിട്ട് സൂംബ ക്ലാസ് ഉണ്ട്. 2 ദിവസം ഈ അമ്മൂൻ്റെ കൂടെ സൂംബ ക്ലാസ്. ഇപ്പോൾ ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അവർ പറയാം വർഷത്തിൽ ഒരു ദിവസമാണ് ഞാൻ ആകെ വരുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് അവർ പറയുമോ ഇനി എന്നും വരണേന്നൊക്കെ പറഞ്ഞാൽ വിടുന്നേ. പക്ഷേ ഞാൻ ഒരു ദിവസം പോകുമ്പോൾ എന്തെങ്കിലും എനിക്കൊരു ഞാൻ തന്നെ റീസൺ കണ്ടുപിടിക്കും പോകാതിരിക്കാനായിട്ട്. എന്തായാലും ഞങ്ങൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇന്ന് പോയാൽ ഇനി വീണ്ടും അമ്മു നാളെ തൊട്ട് ഇവിടെ ഇല്ല 4 ദിവസം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഞാൻ വീണ്ടും പോകത്തില്ലായിരിക്കും. അപ്പോൾ ഇനി ഞാൻ പോയി ഒന്ന് റെഡിയായി വരട്ടെ. ഇന്നും നാളെയൊക്കെ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ആക്കിയാൽ
സ്കൂൾ ബസ്. എനിക്ക് ആ പൂവിനെ അഡ്മയർ ചെയ്തിട്ട് മതിയാവുന്നില്ല. ഓക്കെ, ഓ ബ്യൂട്ടിഫുൾ. ആ ഒരു ഡബിൾ കളർ വന്നേക്കുന്നത് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അടിപൊളി. ഞാൻ താഴെ പോകാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പൂവിൻ്റെ കൂടെ ഒരു ഇൻസ്റ്റാ സ്റ്റോറിക്കുള്ളൊരു കുഞ്ഞു വീഡിയോ എടുത്ത് ഫിൽറ്ററൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ മുഖത്ത് ഡള്ളായിട്ടിരിക്കണൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ വിയർത്ത് കുളിച്ച് കുളമായിട്ടില്ല. ഫിൽറ്റർ ഇടുമ്പോഴത്തേക്ക് നല്ല ഫ്രഷായിട്ട് ഇപ്പം ഇങ്ങോട്ട് മേക്കപ്പ് ഇട്ട് വന്ന പോലെ ഇരിക്കും കേട്ടോ. ഞാൻ ആക്ച്വലി ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്നൊന്ന് അത്യാവശ്യം ഇച്ചിരി വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യുകയും മുഖത്തൊരു ഇച്ചിരി മേക്കപ്പ് ഇടുകയൊക്കെ ചെയ്ത്. കുറേ ദിവസമായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ വൺ ആഫ്റ്റർ ദി അതർ ഹോസ്പിറ്റൽ വിസിറ്റ്സും ഒക്കെ ആയിരുന്നല്ലോ. സോ ലൈക്ക് ഓൾ ദ ടൈം ഞാനിങ്ങനെ ഏതോ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഡ്രസ്സിൽ ഓടുന്നു വരുന്നു ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഐ വാസ് നോട്ട് വെയറിങ് എനി മേക്കപ്പ്. ആകെ ലിപ്സ്റ്റിക് മാത്രമേ ഇടുന്നുള്ളൂ. ആകെ ഡള്ളായിരുന്നു. കുറേ നാളിന് ശേഷം ഞാൻ എൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് എവിടെ വെച്ചെന്ന് പോലും ഓർമ്മയില്ല. അങ്ങനെ കുറേ ദിവസം യൂസ് ചെയ്യാതെ ഞാൻ ലാസ്റ്റ് നമ്മൾ ചെന്നൈ ട്രിപ്പ് ഇഷാനയുടെ കൂടെ പോയപ്പോഴും ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും കൊണ്ടുവരുന്നു. ജസ്റ്റ് പേഴ്സ് ഇട്ടുന്ന ലിപ്സ്റ്റിക്കും അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ തപ്പുന്നു, ഒന്നും എനിക്ക് കാണുന്നില്ല. എവിടെ വെച്ചു? ഏതോ എൻ്റെ മറ്റേ മെയിൻ ഏതോ 1-2 ഐറ്റമൊന്നും കണ്ടില്ല കേട്ടോ. മസ്കാര കണ്ടില്ല. എനിക്ക് നമ്മൾ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഏതോ ഒരു വേറെ പേഴ്സിലാണ് വെച്ചിരുന്നത്. പിന്നെ ഞാൻ ചെന്നൈ പോയപ്പോൾ കുറച്ച് ഐറ്റംസ് 1-2 ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഒക്കെ മാത്രം എടുത്ത് വേറെ ഒന്നുമില്ല വെച്ചു. അപ്പോൾ എല്ലാം കൂടെ 4 വഴിക്കായി. പിന്നെ നമ്മൾ പുതിയ കബോർഡ് വന്നതിന് ശേഷം അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തപ്പോൾ എല്ലാം എങ്ങോട്ടോ മിസ്സായി. പിന്നെ ഏതൊക്കെയോ എൻ്റെ സാധനങ്ങൾ ഞാൻ മലേഷ്യയിൽ നമ്മൾ അന്ന് പോയപ്പോൾ ആക്ച്വലി കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എന്തൊക്കെയോ വാങ്ങിയതാണ്. ഇതൊക്കെ എന്താണ് കൺസീലറും അതുപോലെയൊക്കെ. അതൊന്നും ഇതുവരെ യൂസ് ചെയ്തില്ല. അവിടെ വെച്ച് ഞാൻ യൂസ് ചെയ്തില്ല. നാട്ടിൽ വന്നിട്ട് ആക്ച്വലി നമ്മൾ പുതിയ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചാൽ അതങ്ങ് ഇട്ട് ധൈര്യമായിട്ട് വെളിയിൽ പോകുന്നതിന് നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ ഇട്ട് നമുക്ക് ചേരുന്നുണ്ടോ, നമ്മളെ ഫേസുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുത്തണോ എന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ എവിടെയെങ്കിലും ഡീസൻ്റായിട്ട് ഇട്ടുകൊണ്ട് പോകാവൂ. അല്ലെങ്കിൽ കുളമോ. ഞാൻ ഇന്നൊക്കെ ഇട്ടേക്കണേ ഞാൻ കാലങ്ങളായിട്ട് ഇടുന്ന ജസ്റ്റ് 2 പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്യണം. അതാണ് ഞാൻ ഇന്നൊക്കെ ഇട്ടേക്കുന്നത്. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് കുളമാകത്തില്ല. പിന്നെ എനിക്കൊരു ഡാർക്ക് കൺസീലർ എൻ്റെ ഉണ്ടായിരുന്നു, ഒടിഞ്ഞുപോയി. എനിക്ക് അതിനേശൊരു അതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടിട്ടാലേ ഈ ഡബിൾ ചെയിനൊക്കെ ഒന്നിച്ചിരി കുറയ്ക്കാൻ പറ്റും. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പഴയത് ഒടിഞ്ഞതായാലും കുഴപ്പമില്ല. ഞാൻ നോക്കിയപ്പോൾ അതും കാണുന്നില്ല. ഭയങ്കര ചൂടുണ്ട്. ഒരു സൈഡിൽ മഴയുണ്ട്, ഒരു സൈഡിൽ ഭയങ്കര ചൂട്. ഞാൻ പോയി ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കേട്ടെ. 4 മണി ആകാറായി. ഇനി ടീ ടൈമാണ്. ഹൻസു മസ്റ്റ് ബി വെയിറ്റിംഗ് ഫോർ പ്രിൻസസ് ടീ ടൈം. ഇനി ഞാൻ പോയി ചായ ഉണ്ടാക്കി. കോസിയുടെ കൂടെ കുറച്ച് നേരം പുറത്തൊക്കെ പോയിരുന്നു. ഞാൻ അവിടെ സാരി സെലക്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ എത്തി. സൂംബ ക്ലാസ്സിൽ പോകാനായിട്ട് വന്നു. എനിക്ക് നല്ല മടിയായിരുന്നേ. അപ്പോൾ അമ്മ പോയി മടിയായിട്ട് ചെന്നേ പറ്റുമോ. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. അമ്മ ഇപ്പോൾ ആദ്യമേ വന്നു. പിന്നെ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലം കിട്ടിയിട്ട് അമ്മ വേഗം വന്നു കാറ് പാർക്ക് ചെയ്യാൻ. പിന്നെ ഇപ്പോൾ നമ്മുടെ പയ്യൻ കൊണ്ടുവിട്ടു. ഞാൻ സൂംബ ക്ലാസ്സിന് ഒരു ഇച്ചിരി ഓവർ ഡ്രസ്ഡ് ആണ്. കാരണം ഞാൻ വേറെ സാരി കൊണ്ടുവന്ന ആൾക്കാരെ കാണാൻ പോയിട്ട് ഇച്ചിരി ഡീസൻ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് കരിയൊക്കെ വെച്ച് പൊട്ടൊക്കെ ഇട്ടാണ് പോയത്. പിന്നെ ഇത് മാറ്റി ഡ്രസ്സ് മാറ്റാനുള്ള സമയം കിട്ടിയാൽ അങ്ങനെ വന്നു. അപ്പം സൂംബയ്ക്ക് പോട്ടെ ഞാൻ മെനിയാൻ തീരുമാനിച്ചു. സൂംബയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് ദീപ ഉണ്ടല്ലോ, ദീപ ഓസ്ട്രേലിയ. ദീപയുടെ സിസ്റ്ററിനോട് മോൻ്റെ കല്യാണം US വെച്ചിട്ട് ഈ അടുത്തെന്തോ സെപ്റ്റംബർ ഓഗസ്റ്റ് എന്ന് പറയും. അപ്പോൾ ദീപയ്ക്ക് ഇവിടെ ഒരു സാരി അമ്മുവിൻ്റെ ഫ്രണ്ട് ഞാനൊക്കെ എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സാരി ഇട്ടില്ലേ OKG ആ ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ അവിടുത്തെ ഒരു സാരി ദീപയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു. അത് വന്നു. അപ്പോൾ ദീപ എനിക്ക് ആ ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഉണ്ടായിരുന്നേക്കാൾ നേരിട്ട് ആ സാരി കണ്ടപ്പോൾ ഇച്ച ബ്യൂട്ടിഫുൾ സാരി. നിങ്ങൾ കാണുന്നു ആ സാരി കാണിച്ചു തരാം കേട്ടോ. നല്ല സാരി. ഇതെൻ്റെ ദീപയ്ക്ക് അടിപൊളിയായിട്ട് ചേരും. ദീപ വോണ്ടഡ് കുറച്ച് ലൈറ്റ്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ്. ഈ പിള്ളേരെല്ലാവരും ഇഷാനി ഹൻസും അമ്മും എല്ലാം കൂടെ ഒരേ ബഹളം. ഇത് നല്ല ഭംഗിയില്ലേ, ഭയങ്കര ഇഷ്ടപ്പെടും. ദീപയുടെ കോംപ്ലക്ഷൻ സൂപ്പറായിരിക്കും, നൈസായിരിക്കും.
ക്യാൻ യു ഗെസ് ദ പ്രൈസ്? എൻ്റെ കൈ ഇങ്ങനെ വെക്കുമ്പോഴും നോക്കി, എൻ്റെ കൈയുടെ ടാൻ നോക്കിയേ. ഞാൻ ഫുൾ സ്ലീവ് സെല്ലാർ ഇടുന്നത് കൊണ്ട് അത്ര ഭാഗം കുഴപ്പമില്ല. അപ്പുറത്തോട്ട് അവൻ്റെ മലേഷ്യൻ ട്രിപ്പിലും അഹമ്മദാബാദ് ട്രിപ്പിലുമാണ് എൻ്റെ കൈ ഇങ്ങനെ ആയത്. നന്നായിട്ടുണ്ട്. മഴ ചാറുന്നു. ഞാൻ ടെറസിൽ തുണി എടുക്കാൻ പോവാം. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ സച്ച് എ ബ്യൂട്ടിഫുൾ സൈറ്റ് കാണിച്ചു തരാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഹാവ് എ ലുക്ക്. അടിപൊളി. ഇതിനകത്ത് ഇങ്ങനെ ഒരു സൂത്രമുണ്ടോ? ഇതെന്താണ്? ഒരെണ്ണം. മുകളിലോട്ട് നോക്കണേ. 2, 3, 4. ഇനിയുണ്ട്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട 5. ഇനി എവിടെ? അയ്യോ ഇനിയില്ലേ. ഓ സോ ബ്യൂട്ടിഫുൾ. അല്ല ഇതിൻ്റെ ഇടയിൽ വന്നുണ്ട് 6. ഓ മൈ ഗോഡ്, ഐ ആം സോ എക്സൈറ്റഡ്. വാവ്, എന്തോ മണമാണെന്ന് ചോദിച്ചെടിക്ക്. ഞാൻ നട്ട റോസാ ചെടി എന്നെക്കാൾ പൊക്കമായി. ഇതാ ഇന്നും ഒരു പൂവുണ്ടേ. മഴ പെയ്യുന്നു. മഴ ചാറുന്നത് കൊണ്ട് ഞാൻ ഒരു തൊപ്പി എടുത്ത് വെച്ചു. ഈ തൊപ്പിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇത് പണ്ട് കിച്ചു ഈ സിനിമാക്കാരുടെ ഒരു ക്രിക്കറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ പേര് CC അല്ലോ, ഏതോ ഒരു പേര്, അതിന് വേണ്ടി പണ്ട് കിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹി വെന്റ് ടു പ്ലേ ഫോർ ദാറ്റ്. കിച്ചുനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയറല്ലേ? കിച്ചു അത് കളിക്കാൻ പോയിരുന്നു. ഹി വാസ് ദേർ ഇൻ ദ ടീം. പക്ഷേ ഗ്രൗണ്ടിൽ ഇറക്കിയില്ല. അത് കിച്ചു നല്ല പ്ലെയർ അല്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ ഗ്രൗണ്ടിൽ ഇറക്കിയില്ല. കിച്ചു പണ്ട് അല്ലാതെ വേറൊരു മാച്ച് പണ്ട് നടന്നേ ദുബായിലൂടെ വെച്ചിട്ട്, ആക്ടേഴ്സ് വേഴ്സസ് ഡയറക്ടേഴ്സ്, മലയാള സിനിമയുടെ. തമിഴ് 1-2 പേരുണ്ടായിരുന്നു. അന്ന് കിച്ചു മാൻ ഓഫ് ദി മാച്ച്. അത് കിച്ചു നല്ല പ്ലെയറാണ്, അടിപൊളി ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. പക്ഷേ കിച്ചുവിന് ഈ CCLന് പോയ സമയത്ത് ഒരു ലിഗമെൻറ്റ് ടയർ ഉണ്ടായി. പിന്നെ ഇവിടെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ക്രിക്കറ്റ് കളിച്ചപ്പോഴത്തേക്ക് ഒരു വിരൽ ഒടിഞ്ഞു, ഈ വിരലിൻ്റെ അറ്റം. അതിപ്പോഴും വളങ്ങിയിരിക്കുന്നത്. അതോടുകൂടി കിച്ചു സ്വയം പറഞ്ഞു, ഇനി ഈ പ്രായമായിട്ട് ഇനി നമുക്ക് സ്പോർട്സ് ശരിയാവത്തില്ല. അതുകൊണ്ട് കിച്ചു ക്രിക്കറ്റും വിട്ടു, ബാഡ്മിൻ്റണും വിട്ടു, എല്ലാം വിട്ടു. അപ്പോൾ ഇത് കിച്ചു അവിടെ നിന്ന് കിട്ടിയ കിച്ചുവിൻ്റെ തൊപ്പിയാണ്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? അതല്ലല്ലോ. എന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കണ്ണും കാണാം, ഷീഡായിപ്പോയി. ഇനി ഞാൻ ടെറസിൽ പോട്ടെ, പോയി തുണി എടുത്തിട്ട് വരട്ടെ. നെറ്റിട്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അതിനായത് ഇപ്പോഴും അത്രയും കാക്ക കിളിയൊക്കെ. എനിക്ക് മണം സഹിക്കാൻ പറ്റുന്നില്ല. അടിപൊളി മണം പോകുന്നത്. ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഈ ടെറസിലോട്ട് ഇങ്ങനെ ചാരി വെച്ചിട്ട് നട്ടേക്കുന്നതാണേ. അതിലാണ് ഈ പൂ. ഈ വീഡിയോ എൻ്റെത് കാണുമ്പോൾ ആർക്കെങ്കിലും ഡ്രാഗൺ ഫ്രൂട്ട് വളർത്താനൊരാഗ്രഹം തോന്നിയാൽ പ്ലീസ് ഡു ദിസ്. നിങ്ങളുടെ ടെറസിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ചട്ടി വെക്കുക, അതിലോട്ട് വെക്കുക. അതിനൊന്നിങ്ങനെ പടർന്ന് താഴോട്ട് പോകാനായിട്ടൊന്ന് ചാൻസ് കൊടുക്കുക. അത് ലാവിഷായിട്ട് ഇതുപോലെ പൂക്കും. അതൊക്കെ കിച്ചു നട്ടതാണേ. ഈ ചെടികൾ ഞാൻ കുറച്ച് നാൾ മുമ്പ് നട്ടതാണ്. അതിതുവരെ കായ്ച്ച് തുടങ്ങിയില്ല. മേ ബി അടുത്ത സീസണിൽ കായ്ക്കുമായിരിക്കും. അപ്പോഴത്തെ ഞങ്ങളുടെ നെയ്ബറിനും ഇപ്പോൾ ധാരാളം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വളർന്ന് താഴോട്ടൊക്കെ പോയി അടുത്ത സീസണിൽ കായ്ക്കുമായിരിക്കും. സൂപ്പർ അല്ലേ? ഒറ്റ തുണി ഉണങ്ങിയിട്ടില്ല. എന്നാലും ഇവിടെ ഇട്ടിരുന്നാലേ ഈ മഴയുടെ ഒരു ഇതായതുകൊണ്ട് നനഞ്ഞും കിടക്കും. ആ തണുപ്പ് കാണും. ഞാനെല്ലാം പൊക്കിയെടുത്ത് താഴെ കൊണ്ടിട്ട് ഒന്ന് ഫാനൊക്കെ ഇട്ടാൽ നാളെ രാവിലത്തേക്കെല്ലാം ഡീസൻ്റാവും. ലൈറ്റ് ഇടട്ടെ. ടണ്ടടേ. ഇപ്പോൾ നോക്കിയേ, എൻ്റെ പഴയ ഡ്രൈവറുണ്ട് വിനു കുറേ കാലം മുന്നേ കിച്ചുവിൻ്റെ കൂടെ എവിടെയോ പോയി 2-3 years ബാക്ക്. വെള്ളയാണെങ്കിൽ ആരെയോ കാണാൻ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നതായി ചെല്ലു. അയ്യോ മഴ വരുന്നേ. ഇതിലേ നടന്നു പോയപ്പോഴേ റംബൂട്ടാൻ കണ്ടപ്പോൾ ഒരു കൊതി. പണ്ടൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊലയായിട്ടൊക്കെ കിടക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്. ഫുൾ കാക്കകളും പണി തന്നു.
നെറ്റിനകത്ത് ഇട്ടേക്കണ കുറച്ച് മാത്രം ഒന്ന് സേവായി കിട്ടി. സൂപ്പർ, എന്ത് രുചിയാ. ഇവിടെ നെറ്റിന് പുറത്ത് കുറച്ച് നിൽക്കുന്നേ. ഓക്കെ, നാളെ ഇതിനെ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് കാക്ക കൊണ്ടുപോകും. അപ്പം ഞാൻ വേഗം പോയി കുളിക്കട്ടെ. കുറച്ച് മഴ നനഞ്ഞു. ഉച്ചയിൽ ഇച്ചിരി എണ്ണ ഇട്ടിട്ട് കുളിച്ചാൽ എല്ലാം സെറ്റാകും. ബ്യൂട്ടിഫുൾ. പല ദിവസം ഈ സമയത്ത് ഞാൻ സാധാരണ കുറച്ചുകൂടി നേരത്തെ തുണിയെല്ലാം വന്നെടുക്കണം. അപ്പോൾ ഇത് പൂക്കുന്ന സൈറ്റ് പലപ്പോഴും ഞാൻ മിസ്സാകാറുണ്ട്. ഐ എം വെരി ഹാപ്പി ടു സീ ദീസ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അപ്പുറത്തെ സൈഡിൽ എന്തായാലും കാണും കേട്ടോ. ഇവിടെയൊക്കെ കാണും, അവിടെയൊക്കെ ഇറങ്ങാനും പാടും. അപ്പോൾ ഇനി നമുക്ക് കുളിച്ചിട്ട് കാണാം. എവിടെ ലൈറ്റ്, എവിടെ ലൈറ്റ്, എവിടെ ലൈറ്റ്, ഇവിടെ കുറച്ച് ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഇതിനെല്ലാം എടുത്ത് ഈ സ്റ്റാൻഡിലും ഈ സ്റ്റാൻഡിലും ഈ സ്റ്റാൻഡിലും എല്ലാം വിരിച്ച് രാത്രി ഫാൻ ഇട്ടിടുമ്പോൾ രാവിലത്തേക്ക് ഉണങ്ങി കിട്ടും. ഓക്കെ, ആരോ ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസാണ്. ആണോ? ഇപ്പൊ ഏതൊരു പാട്ട് പാടിയല്ലോ. പാപ്പം തിന്നാൻ കൈയോട്ട്, നീ മിന്നാൻ കൈയോട്ട്, അമ്മയുടെ പണ്ടൊരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ഡോഗ്, എന്തോ ഡോഗ് വീലർ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചെയ്യാം. അപ്പോഴേ അമ്മൂമ്മ ഇങ്ങനെ പാടുന്ന സോ ക്യൂട്ട്. ബാക്കിലെ കബേർഡ് ഞാൻ മറക്കല്ല. മഴയില്ലാത്ത ദിവസമാണെങ്കിൽ ഈ പണി ചെയ്യണ്ട, തുണികളെല്ലാം ഉണങ്ങിയിരിക്കും. പക്ഷേ മഴയായാൽ രക്ഷയില്ല. പക്ഷെ നമ്മൾ മടി കാണിച്ചിട്ട് ഇത് എന്ത് രാത്രി അവിടെ തന്നെ ഇട്ടില്ല. രാത്രി എന്തായാലും മഴ പെയ്യും, കാറ്റടിക്കും. അപ്പോൾ ഇത് രാവിലെ ആകുമ്പോൾ ഇങ്ങനെ നനഞ്ഞി ഇവിടെ ഇട്ട് രാത്രി ഫാൻ ഇടുമ്പോൾ അടിപൊളിയായിട്ട് ഉണങ്ങും. ഈ പിള്ളേരൊക്കെ ഇവിടെ ഒരു മിറർ വെക്കണം, ഇവിടെ കുറച്ച് ഒരു വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു ഏരിയ. ഇവിടെ ആക്ച്വലി നമ്മുടെ ഒരു പഴയ കമ്പ്യൂട്ടർ ടേബിൾ, ഒരു വലിയ കമ്പ്യൂട്ടർ സ്റ്റാൻഡും ഞങ്ങളുടെ പഴയ ഫസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറൊക്കെ ഇവിടെ ആയിരുന്നു. പണ്ട് ഞങ്ങളിവിടെ പ്രിൻ്ററും എല്ലാം വെച്ചിരുന്നതും വെബ് ക്യാം അത് ഇതുള്ള സമയത്ത് ഇവിടെ ഏരിയ സിസ്റ്റം യൂസ് കമ്പ്യൂട്ടർ നല്ല ഏരിയ അത്. ഇതെല്ലാം നല്ല കാറ്റ് കിട്ടും, ഫാൻ കിട്ടും, മൂന്ന് ലൈറ്റ് കിട്ടും, നല്ല ഏരിയ ആയിരുന്നു. ഇതൊക്കെ അത് പഴയതായിട്ട് ഭയങ്കര അതിനെ തൂക്കിയെടുത്ത് പുറത്തു. അത് പൊട്ടിപ്പോയല്ലേ, പഞ്ചറായി. വി കാൻ യൂസ് ഇറ്റ് എനിമോർ. ഇനി ഈ ഒരു ഏരിയ യൂസ്ഫുൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാലോ. ഞാൻ ഈ പിള്ളേരോട് എന്നും ഈ തുണിയൊക്കെ ടെറസിൽ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഞാനതിനെ പൊക്കി. അത് കുഴപ്പമില്ല, നമുക്കിവിടെയൊക്കെ തന്നെ ഉണക്കി എടുത്തല്ലേ നാളത്തേക്ക് ഇതൊക്കെ ഡ്രൈ ആവും. കാരണം നാളെ വീണ്ടും ഒരു ലോഡ് തുണി കാണുമല്ലോ. അപ്പം അതാണ് പ്രശ്നം. ഈ പിള്ളേർക്ക് എന്തും പറയാം, പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് ആലോചിക്കണം. ഇതാരുടെ ബാൻഡാണ് അറിയോ? ഷാനി. നോ അല്ലേ? ഇതാരുടെ നൈറ്റ് ഡ്രസ്സാണ്? ഷാനി. ഇത് അമ്മൂന്റെ. എനിക്ക് ഉടുപ്പൊന്നുമില്ല, ഇവരുടെയൊക്കെ തന്നെ പോകുന്നില്ല. ജിം ഡ്രസ് അല്ലേ? ആ, അപ്പൊ ഓസിയുടെ എന്തായാലും എന്റെ അല്ല. ഞാൻ ജിമ്മിലാ. ജിമ്മൊക്കെ കുറച്ചും കൂടെ വർഷം കഴിഞ്ഞിട്ട് മതി. എന്തിവിടെ ഇരിക്കണേ? ഞാൻ നിങ്ങൾക്കൊരു ഡ്രസ്സ് കാണിച്ചു തരാം. ഹൻസ് ഓൾമോസ്റ്റ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇടുന്ന ഒരു നൈറ്റ് വെയർ ആണ്. പ്രാഡ. സോ ഇത് ഗൈസ്, ഇത് പ്രാഡയുടെ വിന്റേജ് എഡിഷൻ ആണ്. പ്രാഡയുടെ ലോഗോ കണ്ടില്ലേ? ലോഗോ. ഈ ഡ്രസ്സ് ഒരു 35 വർഷം പഴയ ഡ്രസ്സാണ്. ഇത് എൻ്റെ ഡ്രസ്സാണ്. ഇത് എൻ്റെ ഡ്രസ്സാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. ഇത് എന്തുകൊണ്ട് ഇതുവരെ കീറിയില്ല എന്നുള്ളത് ഇത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ടായിരിക്കാം. ഇത് ഞാനിടുമായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളോടെ ഒരു പെട്ടിക്കാതൊക്കെ ഇരുന്നു. പിന്നെ ഇത് നല്ല കംഫർട്ടബിൾ ആണ്. ഇതെല്ലാം ഇട്ട് കൊടുക്കും. ഹൻസിനെ എന്നും ഇത് ഇട്ടിരിക്കുന്ന കാണുമ്പോൾ അല്ലിരിക്കുന്നു. മൈ ഗോഡ്, എൻ്റെ പഴയ ഡ്രസ്സ്. മൈ ഡ്രസ് ഹൻസു. ഇന്ന് ഞാൻ സൂംബയ്ക്ക് പോയ കരിയൊക്കെ വരച്ചായിരുന്നു പോയത്.
അതിനിപ്പോ എന്താ വെറൈറ്റി അല്ലേ? ഞാനിങ്ങനെ ഓസിയുടെ സാരി എല്ലാം നോക്കിയിട്ട് അതിന് ഓൾറെഡി ഞാൻ ഡീസന്റ് ആയിട്ട് അങ്ങനെ ഭയങ്കര നനഞ്ഞിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടെ വാഷിംഗ് മെഷീൻ എന്തോ പറ്റിയല്ലോ അത്. ഇതിന്റെ പിങ്ക് കളർ ഉടുപ്പാണ്. അത് വേറെ ഒരു എന്തോ പോലെ ഇരിക്കുന്നു. ഏതോ ഉടുപ്പ് ചതിച്ചു, ഏതോ കറുത്ത കളറിന്റെ ഉടുപ്പ് ചതിച്ചു. നമുക്ക് ഒരിക്കൽ കൂടെ വാഷിംഗ് മെഷീൻ എപ്പോഴും എന്റെ ഉടുപ്പാണല്ലേ ചതിക്കപ്പെട്ടു പോകുന്നേ. കുഴപ്പമില്ല, നമുക്ക് വാഷിംഗ് മെഷീൻ. അപ്പൊ ഓക്കെ, ബൈ. കഴിച്ചു കഴിഞ്ഞോ ബേബി? എന്താ കഴിക്കുന്നേ? ശനിയുടെ ബാക്കി എൻ്റെ ഭക്ഷണം ഫ്രൂട്ട്സ് ബുക്ക് ഇവിടെ ഉണ്ട്, പഠിക്കാൻ വേണ്ടി നോക്കി. ഇപ്പം നാളെ പഠിക്കണം. ബേബിയുടെ ഫ്രൂട്ട്സ്. She was supposed to eat fruits before dinner or whatever meal, but നല്ല കുട്ടി. ബേബിക്ക് വേണോ എള്ളുണ്ടാ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എനിബഡി ലൈക്സ് എള്ളുണ്ടാ? Bye. All the best. ഞാനൊരു 2 ദിവസം മുമ്പ് തുടങ്ങിയ എൻ്റെ ഒരു വ്ളോഗാണ്. കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇന്നലെയൊക്കെ ഞാൻ കുറച്ച് ഒരു മൂഡ് ഓഫായിരുന്നേ. ഇന്നലെ നമ്മുടെ ആക്ടർ സിദ്ദിഖേട്ടൻ്റെ മോൻ മരിച്ച ന്യൂസ് രാവിലെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നെ ആകെ ഒരു മൂഡ് ഔട്ടായിപ്പോയി. ആ മോനെ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഓസി ജനിച്ചൊരു സമയത്താണ്. ദാറ്റ് ഇസ് ലൈക്ക് 26 years ബാക്ക്. ഓസി ജനിച്ച് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു ട്രിവാൻഡ്രത്ത് അന്ന് നമ്മുടെ ഡയറക്ടർ വിജി തമ്പി സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നൊരു സീരിയലുണ്ടായിരുന്നു. അതിൽ സിദ്ദിഖേട്ടനായിരുന്നു ഹീറോ. ഞാൻ അതിലൊരു പുള്ളിയുടെ ഒരു വൈഫിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ലായിരുന്നു, ഒരു 2-3 എപ്പിസോഡിൽ വരുന്ന ഒരു ക്യാരക്ടർ. കിച്ചു ഉണ്ടായിരുന്നു. കിച്ചു അതിലൊരു നെഗറ്റീവ് ക്യാരക്ടർ. പക്ഷേ എനിക്ക് കോമ്പിനേഷൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ ഷൂട്ട് സമയത്ത് സിദ്ദിഖേട്ടൻ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ എന്താടാ ഇത് കണ്ടോ, ഞാൻ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കണ്ടുപിടിച്ച് കൂടി വന്ന് എൻ്റെ ഒരു വ്ളോഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വിളി വരും. ഓസി വിളിച്ചതാണ്. ഇന്നലെ അവൾ ഇട്ടിരുന്ന മാലയും ഡയമണ്ട് ലോക്കറ്റും അവൾ വാഷിംഗ് മെഷീനിൽ ഇടാൻ വെച്ച ജീൻസിൻ്റെ പോക്കറ്റിലായിരുന്നു. അത് പറയാനാണ് എൻ്റെ അടുത്ത് വന്നത്. അങ്ങനെ ഞാൻ പോയി വാഷിംഗ് മെഷീൻ തപ്പി. ലോക്കറ്റ് കിട്ടി, മാല കിട്ടിയില്ല. എല്ലാ ഡ്രസ്സും ഞാൻ എടുത്ത് തുടങ്ങി 3-4 പ്രാവശ്യം വീണ്ടും ഒക്കെ നോക്കി. കിട്ടിയില്ല. വാഷിംഗ് മെഷീൻ ഉള്ളിൽ താഴെ തുറക്കാൻ പറ്റുന്നിടത്തും ആ ഒരു റബ്ബർ അതിൻ്റെ അവിടെയൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ IFBയിൽ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരിക്കൽ കൂടെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടൊന്ന് വാഷ് ചെയ്യാൻ പറഞ്ഞു. ചിലപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്ക് വലിയ ഹോപ്പില്ല. ഞാൻ ഓസിയോട് പറഞ്ഞ് മറന്നേക്ക് ഡിസൈറിൽ സെയിം മാല ഉണ്ടോ എന്ന് ഞാൻ വിളിച്ച് ചോദിക്കാം. പോയി വാങ്ങിച്ചോ. ഈ മാല ഞാൻ പണ്ട് വാങ്ങിച്ചു കൊടുത്തതാണേ. ഇപ്പം എൻ്റെ വീഡിയോ ഇടയ്ക്ക് നിന്ന് താഴെ ഒന്ന് ഇഷാനി എന്നെ വിളിച്ചതാണ്.
അവൾക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഞാൻ പറ്റത്തില്ല, ദേഷ്യം വരും. ഞാനൊരു വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ 1 by 1 ഓരോരുത്തർ വന്നിങ്ങനെ എന്നെ വിളിച്ച് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സമാധാനമില്ല വീട്ടിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ സിദ്ദിഖേട്ടൻ്റെ കാര്യം നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. ആ സമയത്ത് സിദ്ദിഖേട്ടൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. അല്ല, ഇളയ മോനും അതിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് സിദ്ദിഖേട്ടൻ സീന പുള്ളിക്കാരി അന്ന് അവർ ന്യൂലി മാരീഡ് ആയിരുന്നു. പുള്ളിക്കാരി എന്നിട്ട് അടുത്ത് വന്നിട്ടത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ, അപ്പച്ചി, അമ്മു, ഓസി ബേബിയായിരുന്നു, സീന, സിദ്ദിഖേട്ടൻ്റെ 2 മക്കൾ. സിദ്ദിഖേട്ടനില്ലായിരുന്നു. സിദ്ദിഖേട്ടൻ ഷൂട്ടുള്ള ദിവസം ഞങ്ങൾ അവർക്കൊന്ന് കോവളം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി. അന്ന് കോവളം ബീച്ചിൽ കുറേ നേരം അവിടെ കളിച്ചു. അപ്പോൾ അന്ന് ആ മൂത്ത മോന് അമ്മൂന്നൊരു 3 വയസ്സിനുള്ളിലേ പ്രായം വരും. അപ്പോൾ അമ്മൂല്ല ഡോൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ മോന് അമ്മൂന് അവൻ നോക്കുന്നത് ഡോളിനെ പോലെയാണ്. അപ്പോൾ അവന് കളിപ്പിക്കണം. അവനിങ്ങനെ വെള്ളത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കളിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ ടെൻഷനായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കടലും വെള്ളമൊക്കെ ഇച്ചിരി പേടി. അപ്പോൾ ഞാൻ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് എപ്പോഴും അത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അടുത്ത് നടന്ന പോലെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ഞങ്ങൾ സിദ്ദിഖേട്ടൻ്റെ എറണാകുളത്തെ വീട്ടിൽ പോയത് സ്ത്രീ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ, അതും ഇഷാനിയൊക്കെ ജനിക്കുന്നതിന് മുന്നേ തന്നെയാണ്. അന്നാണെന്നൊന്ന് ഞാൻ ഈ മോനെ അവസാനം കണ്ടത്. പിന്നെ ഞാൻ ഈ പോയ ഒരു 10-25 വർഷത്തിനുള്ളിൽ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. അതാണ് സാഡ് തിങ്. പാവം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ എനിക്ക് ആ ന്യൂസ് കേട്ടതിന് ശേഷം എനിക്ക് ആകെ ഒരു മൂഡ് ഓഫായിരുന്നു. ഒന്നും ചെയ്യാനൊരു ന്യൂസ് ഒരു മൂഡില്ല. ഇത് ഇന്നലെ രാത്രിയായപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ വെറുതെ ഒന്ന് എന്തോ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ക്ലോസ് ഫ്രണ്ട് മിസുമ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ പഴയ വീഡിയോസിലൊക്കെ, മിസുമയുടെ ഫാദർ ഇന്നലെ മരിച്ചുപോയി. വയസ്സായിട്ടുണ്ടായിരുന്നു. 88 എന്തോ ഉണ്ടായിരുന്നു ഏജ്. കുറച്ച് നാളുടെ കുറച്ച് അങ്ങനെ കുറച്ച് സുഖമില്ലായിരുന്നു എന്നിങ്ങനെ മിസുമ ലാസ്റ്റ് ടൈം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. മിസുമ ഭാഗ്യത്തിന് നാട്ടിലുണ്ടായിരുന്നു. മിസുമ അല്ലെങ്കിൽ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. മിസുമ വെക്കേഷന് വന്ന് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, മിസുമ പറ്റി നമുക്ക് കാണാം, എനിക്ക് അങ്ങോട്ട് എറണാകുളം ട്രിപ്പൊന്നും ഉണ്ടാവാൻ വഴിയില്ല, മിസു പറ്റിയ ട്രിവാൻഡ്രത്തോട്ട് വാ എന്നൊക്കെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും അതും സങ്കടമായിപ്പോയി. അതും നോക്കട്ടെ, എറണാകുളത്തോട്ട് അങ്ങനെ പോയി. എനിക്കിപ്പോൾ അപ്പച്ചി ഇവിടെ ഇല്ല, അപ്പച്ചി 2 ദിവസം ഇവിടെ ഇല്ല. ഞാൻ ആകെ ഇവിടെ സ്റ്റക്കപ്പാണ്. എപ്പോഴും പറ്റുവാണെങ്കിൽ എനിക്ക് മിസുവിനെ കാണാം. അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന ആൾക്കാർ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എനിക്ക് പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള എൻ്റെ ഒരു എനർജി മൂഡും എല്ലാം അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഇഷാനിയുടെ കൂടെ പുറത്തൊരു സ്ഥലം വരെ പോകുന്നു. അതിന് വേണ്ടിയാണ് മുടി കെട്ടാൻ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വാഷിംഗ് മെഷീനിൽ 2ാമത്തെ ട്രിപ്പ് തുണി ഇട്ടേക്കുക. മാല തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഡിസൈറിന് വിളിച്ച് പറഞ്ഞു ആ മാല നമ്മുടെ വേണ്ട ആ ലെങ്ത് എറണാകുളത്തെ ഷോപ്പിലുണ്ടോ അവരോട് കൊടുത്തു വിടാൻ പറയും. ഞാൻ പറയും ശരി കൊടുത്തു വിട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ തിരിച്ച് കിട്ടുവാണെങ്കിൽ ഞാൻ വാങ്ങത്തില്ല, വാഷിംഗ് മെഷീൻ തിരിച്ച് കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് പറയും. ലെറ്റ് മീ സീ മൈ ബ്യൂട്ടിഫുൾ പൂ. അപ്പോൾ ഞാൻ താഴെ പോട്ടെ. കാണാതായ മാല തപ്പി നിൽക്കുന്ന ആള് വാഷിംഗ് മെഷീൻ്റെ മുന്നിലിരിക്കുക. ഓസി, നീ അങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. Guess the children. അമ്മു, തൻവി, ഇഷാനി, ഓസി. തൻവി, കിച്ചു, ഞാൻ, അമ്മു, ഓസി, ഇഷാനി. അമ്മു, ഓസി, ഇഷാനി. ഞാൻ, കിച്ചു, അമ്മു, ഓസി, തൻവി, ഓസി. ഇത് ഇഷാന സമയത്ത് 4 മിനിറ്റിൽ നിന്നൊരു 3 മിനിറ്റ് എടുക്കാൻ ഒരു 5 മിനിറ്റ് എടുക്കും. നോക്കിയേ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ എത്ര സ്പീഡിലാണ് പോകണത്. ഇതൊന്ന് തീർന്നെങ്കിൽ എനിക്കൊന്നുകൂടെ തുറന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ ഓട്ടിടൂ. ആ വിടർന്ന പൂക്കളെല്ലാം 2 ദിവസം മുമ്പ് വിടർന്നതാണ്. എല്ലാം ഇങ്ങനെ ആയി. ഇനി ഇതെല്ലാം കുറച്ച് ദിവസം കൊണ്ട്
ഫ്രൂട്ടായിട്ട് മാറും. കുറേ പുതിയ മുട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൊള്ളാം. പക്ഷേ എല്ലാ മുട്ടുകളും രക്ഷപ്പെടണമെന്നൊന്നുമില്ല. ഈ സൈഡിലൊന്നും ഒട്ടും മുട്ടില്ലല്ലോ. എന്ത് പറ്റി? പേരിന് വേണ്ടി ഒരെണ്ണം അതിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, കാക്കകള് കംപ്ലീറ്റ് അടിച്ചു. വെള്ളന്മാർ ഇന്ന് വന്നിട്ട് ഈ കുറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പറിച്ചെടുക്കും. അല്ലെങ്കിൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല ഈ സീസണിൽ. അല്ല, ഈ വാഷിംഗ് മെഷീൻ എന്തിൻ്റെ അസുഖം? കുറച്ച് മുമ്പും 3 മിനിറ്റായിരുന്നു. ഞാൻ അങ്ങോട്ടൊക്കെ പോയി കറങ്ങിയിട്ട് വന്നിട്ട് ഇപ്പോഴും 3 മിനിറ്റ്. ഇതെന്താ? ഉച്ച കഴിഞ്ഞു, മുകളിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇന്ന് പല പ്രാവശ്യം വീഡിയോ എടുക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോ? പൂച്ച കരയാം, മനുഷ്യൻ സൗണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ശരി. എന്ത് പൂച്ചയാ? ഒന്ന് നോക്കുവോ? ഇവരാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഏയ്, അടി അടക്കണോ? അവരുടെ ഇവിടെ ഗുസ്തിയാ. പോയി. അതൊരു വില്ലൻ പൂച്ചയാണേ. അവരുടെ സൗണ്ട് നോക്ക്. അതിനെ ഒന്നൊന്നായിട്ടല്ല, ആ ബ്രാഞ്ചിൽ ഓക്കെ. അത്രയും കാക്കമുണ്ട്. നമുക്കൊക്കെ അവിടെ നിൽക്കുന്നതിന് നമ്മൾ കുറേ പറിച്ചില്ലെങ്കിൽ നാളെ ആകുമ്പോൾ അതെല്ലാം കാക്കമുണ്ട്. അല്ലേ, ഇത് പറിക്കണമെങ്കിൽ ആ സ്റ്റെപ്പിൽ കയറണം. സ്റ്റെപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് ചെയ്യാം. മരത്തിൽ നിന്ന് നന്നായിട്ട് പഴുക്കുന്നത് വരെ ഇതൊക്കെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ ഏരിയയിലെ കിളികളെല്ലാം ഇപ്പോൾ റംബൂട്ടാൻ അടിച്ചു മാറ്റുന്നതിൽ PhD എടുത്തേക്കുക. ഇത്തവണ നെറ്റിട്ടതും ശരിയായില്ല. അന്ന് വന്ന ആ ഗാർഡനർ അത് ഒട്ടും ശരിക്കല്ല ഇട്ട് തന്നത്. കിച്ചുവിനും ആ വന്ന് ട്രാവൽ ചെയ്യേണ്ട ദിവസം അത്. അപ്പോൾ ധൃതി വെച്ചിട്ട് വല്ലാതെ ഇട്ടിട്ട്, ഒരു സുഖമില്ലാതെ ഇട്ടിട്ട്. എന്നുവെച്ചാൽ ഏതൊരു കിളിക്കും പറന്ന് അകത്ത് കയറി കൊത്തിക്കൊണ്ട് പോകാൻ രീതിയിൽ നെറ്റ് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പണ്ട് കിച്ചുവിടെ ഉള്ളപ്പോൾ എപ്പോഴും ഓരോ കവർ. എനിക്കാണ് ഇതൊക്കെ ഞാനിപ്പോൾ അതൊക്കെ കവർ ഇടാം കേട്ടോ. ഇതൊക്കെ ഇനി കവറിട്ട് രക്ഷിക്കാം. ഓക്കെ, ഇതിലുള്ളതെല്ലാം കൊച്ചു പഴുത്ത് താഴെ വന്നു. ഇതിനെയൊക്കെ നമുക്കൊന്ന് കവറിലാക്കാം. എന്നാലേ. അയ്യോ കുറുമ്പ്, ആ പൂച്ച പിന്നും തുടങ്ങിയല്ലോ. ആ പൂച്ച തുടങ്ങിയേ. എന്താ നിന്റെ പ്രശ്നം? ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ ലാസ്റ്റ് ഞാൻ എവിടെയാണ് തൊട്ട് മുമ്പ് ഏതാണ് ലാസ്റ്റ് ഷോട്ടെന്നും എനിക്ക് അറിയത്തില്ല. കുറേ ദിവസമായി തുടങ്ങുന്നത്, തീർക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ആംബുലൻസ്. ഞാനിപ്പോൾ ഹൻസുകുട്ടിയായിട്ട് സ്കിൻ ക്ലിനിക്കിൽ പോവാം, പഴുതക്കാട്. അപ്പോൾ പോകുന്ന വഴി എൻ്റെ ഫ്രണ്ട് വൃന്ദയുടെ വീട് ഇവിടെ അടുത്ത. വൃന്ദയ്ക്ക് കുറച്ച് റംബൂട്ടാൻ കൊടുക്കണം, കാറിലെടുത്ത് വെച്ചേക്കാം. ഇത്തവണ അല്ലെങ്കിൽ യൂഷ്വലി നമ്മുടെ അവിടെ റംബൂട്ടാൻ ഇങ്ങനെ വലിയ വലിയ കൊലകളായിട്ട് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത്തവണ അതുകൊണ്ട് വാട്ട് ഹാപ്പൻഡ്, പച്ച കളറായി നിന്ന സമയത്ത് തന്നെ കിളികളൊക്കെ കൊത്തുന്നതിന് മുന്നേ തന്നെ ഒറ്റയും കൊഴിഞ്ഞു പോയി. ലൈക്ക് ഒരു കൊലയിൽ 2 എണ്ണം 3 എണ്ണം അങ്ങനെ മാത്രമേ. പണ്ടൊക്കെ ഒരു കൊലയിൽ 30-40 വെച്ചിട്ട് കിട്ടുമായിരുന്നേ. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ കൊലയായിട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിന് നമ്മളൊരു കവറൊക്കെ ഇട്ടൊന്ന് സേവ് ചെയ്താൽ ശരിക്കും നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കൊല എടുത്താൽ തന്നെ അതൊരു 2 കിലോയുടെ സാധനം കാണും. ഇത്തവണ എല്ലാം സ്കാറ്റേർഡ് ആയിപ്പോയി, എല്ലാം കുളമായി. ഇന്നലെ നമ്മൾ കുറച്ച് പറിച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ട് ഫ്രണ്ടിന് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കൂടിയൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് എന്തായാലും ഈ ഒരു വ്ളോഗ് എനിക്ക് ഇവിടെ ഒന്ന് അങ്ങ് തീർക്കണം. കുക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. പക്ഷെ ആ സമയത്തൊക്കെ കുറച്ച് ധൃതി വെച്ചുള്ള കുക്കിംഗ് ആയതുകൊണ്ട് ക്യാമറ ഓൺ
എന്നോട് ചോദിച്ചു ഇന്ന് എനിക്ക് ബിരിയാണി ആക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇല്ല, ഞാൻ ഹൻസൂരിയും കൂടെ 11 o'clock അപ്പോയിൻമെൻറ്റ് ഉണ്ട്, ഞാൻ പോവാണ്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ ഒക്കെ ധൃതി വെച്ചിട്ട് പറ്റത്തില്ല, അത് കഴിഞ്ഞ് വന്നാലും പറ്റത്തില്ല, നാളെ ചെയ്തു പറഞ്ഞു. ഓക്കെ ഓക്കെ, നാളെ മതി. രാവിലെ ഒരു മഴ പെയ്തു, ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. എന്നാലും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നു. ട്രിവാൻഡ്രം ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ നോക്കിക്കോളൂ. ട്രിവാൻഡ്രത്തിൻ്റെ ശാസ്തമംഗലം വെള്ളയമ്പലം റോഡ്. ആ കാണുന്നൊരു വീട്ടിൽ ടെറസിൽ ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നോട്ടീസ് ചെയ്ത് അവരുടെ അടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഐ തിങ്ക് അവർക്ക് നന്നായിട്ട് ചെടികൾ കെയർ ചെയ്യാൻ അറിയാം. സോ ഒരുപാട് പൂക്കളൊക്കെ വന്നിരിക്കുന്നു. അതും ഒരു ചെടി, നമ്മുടെ അവിടെ ഒരുപാട് ചെടികളിലാണ് കുറച്ച് പൂക്കൾ, ഇത് ഒരു ചെടിയിൽ തന്നെ കുറേ പൂക്കൾ. എവിടെ 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 വൃന്ദയുടെ വീടെത്തി. ഹൻസുവിൻ്റെ ചുട്കി ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. വെയില് വെയിൽ എൻ്റെ ഫേവറേറ്റാണ്. ക്രാബ്, ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. എല്ലാം വാങ്ങി, ബിരിയാണിക്കുള്ള ഐറ്റമൊക്കെ വാങ്ങി. ഇറങ്ങാൻ പോയപ്പോഴും ഓർത്ത് അരി വാങ്ങിയില്ല, പിന്നെ ഓടിപ്പോയി അതും കൂടെ വാങ്ങി. ഓസിക്കുട്ടി ഡയറ്റിലാണ്. അതെ, വളരെയധികം. സ്വർണ്ണമാല വാഷിംഗ് മെഷീനിലിട്ട് കുട്ടിയതായിരിക്കുന്നത്. എവിടെ തിരിച്ചു കിട്ടിയോ? അതെന്റെ മാലയല്ല. ലുക്ക് ദിസ് സൈഡ് ആൻഡ് സ്മൈൽ. ഞാൻ കഷ്ടപ്പെട്ടാണ് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നത്. നീ എന്തിനാ കഷ്ടപ്പെട്ട് ഫുഡ് കഴിക്കുന്നത്? ബിക്കോസ് ദേർ ഈസ് നത്തിങ് നോൺ വെജ്. മീൻകറി എനിക്ക് വേണ്ട. What baby? Oh, അയ്യോ, ഭയങ്കരം തന്നെ. മലയാളം മലയാളത്തിൽ പറ. ഇപ്പൊ വന്ന് പറഞ്ഞ അതേ ഡയലോഗ് ചെയ്തോണ്ട് മലയാളത്തിൽ പറ. അങ്ങനെയല്ല, നൃത്തം എന്ന് പറഞ്ഞാൽ ചെയ്തയ്ക്ക് നൃത്തം ചെയ്യുമായിരുന്നു. ആ അത് തന്നെ, അത് കൊള്ളാം. നൃത്തം ചെയ്യുമായിരുന്നു. അത് കൊള്ളാം. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ കമന്റിൽ പറയുന്നുണ്ട്, എനിക്ക് മലയാളം അറിഞ്ഞൂടി. മലയാളം അറിഞ്ഞൂടിയെന്നൊക്കെ. അതെ, ഡി എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ എന്റെ അനുജത്തിയോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞതാണ്. അനുജത്തി ഇങ്ങോട്ട് മലയാളം സംസാരിച്ചിട്ട് പോയേ. ഉറക്കം കിട്ടാതെ ഡാൻസ് വീഡിയോ കട്ട് ചെയ്യണമെങ്കിലും പ്രഭാസ് എന്താ സ്പീച്ച്? പ്രഭാസ് എല്ലായിടത്തും വന്നിട്ട് അതുപോലെ സംസാരിക്കാൻ പറഞ്ഞാൽ ഹി ഡസന്റ് ടോക്ക്. എല്ലാ ഇന്റർവ്യൂസിലും വന്നിട്ട് താങ്ക് യു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാം.
people who don't like to talk, വെറുതെ ഫോഴ്സ് ചെയ്യണ്ടല്ലോ. ഇഷാനി ഇഷാനി താങ്ക് യു. എന്താ പുതിയ ഹോബി? ദിസ് മൈ ന്യൂ ഹോബി ഹൻസു. റംബൂട്ടാൻ കഴിക്കൽ. യു വാണ്ട് റംബൂട്ടാൻ? വേണ്ടേ? Baby's having lunch. I'm showing only your plate. Don't worry. Oh, who's that pretty girl? ഒരു ട്രെൻഡ് പുതിയ വീഡിയോ റീല്. എന്താ അത്? പറയടാ. ലേറ്റായി ഞാൻ ഓടട്ടെ. കൊള്ളാലോ ഈ ഡ്രസ്സ്. ഇപ്പോഴല്ലേ വീഡിയോക്ക് ബാക്കിൽ പറഞ്ഞ കൊള്ളൂല. എവിടെ നിന്ന് കിട്ടി നോക്കി ഡ്രസ്സ്? ഓക്കെ ബൈ. എന്നൊക്കെ ചേരുന്നുണ്ടോ? മറ്റേതാ കൂടുതൽ ഇഷ്ടം. ഷോ ദിസ്. ചേരുന്നുണ്ട്. ഓക്കെ ബൈ ബൈ. എൻ്റെ വീഡിയോ ഞാനിനി മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. ഐ തിങ്ക് എത്ര മിനിറ്റ് ആണെന്ന് പോലും ഞാൻ നോക്കുന്നില്ല. ഐ എം ജസ്റ്റ് സ്റ്റോപ്പിങ്. ഇനി ഫ്രഷ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാം. ഇന്ന് വൈകുന്നേരം ഇഷാനിക്ക് ചീരയെല്ലാം ഇട്ടിട്ടുള്ള ആലു പൊറോട്ട വേണം എന്ന് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞാൽ എന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ എന്നോ ഒരു ദിവസം ഇവിടെ ആലു പൊറോട്ട ആക്കിയപ്പോൾ കിച്ച് കുറച്ച് ഓവറാവാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഇടും, കുറച്ചുകൂടെ ലീഫ് ഇടും, കുറച്ചുകൂടെ അത് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നിവിടെ ഫ്രിഡ്ജിൽ ഇരുന്ന കുറച്ച് ചുമന്ന ചീരയുടെ ഇല എടുത്തിട്ട് അതിൽ ഇട്ടായിരുന്നു. അപ്പോൾ ഒരു റെഡിഷ് ഷെയ്ഡുള്ള ആലു പൊറോട്ട കിട്ടി. അത് ഇഷാനിയുടെ ഓർമ്മയിൽ വന്നിട്ട് ചീര ഇട്ടിട്ടൊന്ന് ആലു പൊറോട്ട ആക്കി വെച്ചാൽ പൊട്ടാറ്റോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി ചീരയും കൂടെ. അപ്പോൾ ഇന്ന് അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി ആക്കിയിട്ട് കുളമെന്ന് അറിയില്ല. സോ ഇന്ന് വൈകുന്നേരം അത് ആക്കുമ്പോൾ ഐ തിങ്ക് എനിക്ക് എന്തെങ്കിലും ഫുട്ടേജസ് അത്യാവശ്യം കിട്ടിയാൽ ഐ ഷെയർ ദാറ്റ് വിത്ത് യു ആൾ. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് തിങ്സ് ഫ്രം മൈ ഗാലറി ഐ എം ജസ്റ്റ് സ്റ്റോപ്പിംഗ് വിത്ത് ദാറ്റ്. കലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഞങ്ങൾ കാണാൻ പോകണം. ഞങ്ങൾക്ക് കണ്ട പടങ്ങൾ വീണ്ടും വീണ്ടും ഒക്കെ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ആ പടം ഇഷാനി ഇടാൻ പോവാണ്. അങ്ങോട്ട് പോവാണ്. ഫിലിമായിട്ട് റെഡിയാക്കി അവിടെ വെച്ചേക്കാം. ടി വി കണ്ടോ? ഇതാണ്. രണ്ടുപേരും ഫുഡ് കഴിക്കാനായിട്ട് കുറേ നേരമായി. ഓസി ഏതോ സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും IFB വാഷിംഗ് മെഷീനുള്ള ആരെങ്കിലും ഇതുപോലെ സ്വർണ്ണമാലയൊക്കെ ഇതിനുള്ളിൽ പോയാൽ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ എവിടെ കാണുമെന്നും കൂടെ എന്നെ അറിയില്ല. പുതിയ വാഷിംഗ് മെഷീനാണ്. എനിക്ക് അതിൻ്റെ ആളെ വിളിച്ചൊന്ന് പൊളിക്കാനൊരു മടി. എന്തായാലും നമ്മൾ കുഞ്ഞുമാലകളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇട്ടേക്കുന്നേക്കുള്ളൂ. എൻ്റെ ഉണ്ടായിരുന്ന വേറൊരു മാല ഓസിക്ക് കൊടുത്തിട്ട് ഇതാണ് പോയത്, വാഷിംഗ് മെഷീനിൽ പോയത്. ഇതേപോലത്തെ മാലയാണ്. ഇതെണ്ണം ഡിസൈറി വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സീ ഓൾ സൂൺ ഇൻ മൈ പറ്റിയാൽ ഇന്ന് രാത്രി എടുക്കാൻ പോകുന്ന വീഡിയോ. ഓക്കെ ബൈ, ടേക്ക് കെയർ.